ശ്രീ എ സമ്പത്ത്, 24 കഴിഞ്ഞ് ശ്രീ 25-ലാണ് നമ്മൾ ശ്രീ എ നിൽക്കുന്നത്. സമ്പത്ത്, നിങ്ങളുടെ പ്രകടന പത്രികയിൽ അടക്കം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ആരോപണം, ഇതിൻ്റെ വസ്തുത എന്താണ്? എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയം? യഥാർത്ഥത്തിൽ പറഞ്ഞു മടുത്തു പോകുന്ന ഒരു സന്ദർഭമാണിത്. വീണ്ടും അതേ വസ്തുതാ വിരുദ്ധതകൾ ആവർത്തിക്കുന്ന ഒരു ഘട്ടത്തിൽ ശ്രീ എ സമ്പത്ത്. ഇപ്പോൾ ആശാ വർക്കർമാരിൽപ്പെടുന്ന കേരളത്തിലെ 26,000-ലധികം വരുന്നതിൽ ഒരു 500-450-500ഓളം പേര് അവർ ഇപ്പോൾ പല സംഘടനകളുടെയും അല്ലെങ്കിൽ സംഘടനകളെന്ന് അവകാശപ്പെടുന്നവരുടെയും നേതൃത്വത്തിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ അവരുടേതായ ഒരു സമരം നടക്കുന്നുണ്ട്. ഈ 26,000-ലധികം വരുന്ന കേരളത്തിലെ ആശാ വർക്കർമാർ എന്നത് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന് താങ്കൾ പറഞ്ഞതുപോലെ ആശാ വർക്കർമാരെന്ന് നമ്മൾ പറയുമ്പോൾ വർക്കർ എന്നേ അല്ല. 2005-2006 യൂണിയൻ ഗവൺമെൻറ്, ഇന്ത്യ ഗവൺമെൻറ്, ഇപ്പം നമ്മൾ ഈ ചർച്ച നടത്തുന്ന വേളയിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റേതായി അത് സംസ്ഥാനങ്ങളുടെ കൂടി നടത്തിപ്പും കൂടി ചേർത്ത് സെൻട്രൽ സ്കീമുകളായുള്ളത് കൂടാതെ തന്നെ സെൻട്രലൈസ് സ്പോൺസേഡ് സ്കീമുകൾ CS-ഉം CSS-ഉം ഉണ്ട്. അങ്ങനെ 65-ലധികം സെൻട്രലൈസ് സ്പോൺസേഡ് സ്കീമുകളുണ്ട്. അതിലൊരെണ്ണം അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റാണ്. ഇപ്പോൾ ഇവരെ വർക്കർ എന്ന് പറയാൻ തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ ആഗ്രഹിക്കുന്നത്. കാരണം CITU 2024 ജൂലൈ മാസത്തിൽ അഖിലേന്ത്യാ വ്യാപകമായി ഒരു അവകാശ ദിനം ആചരിച്ചത് ഇത്തരത്തിലുള്ള സെൻട്രൽ സ്കീമുകളിലെയും സെൻട്രലൈസ് സ്പോൺസേഡ് സ്കീമുകളിലെയും പ്രവർത്തിക്കുന്നതായിട്ടുള്ള 1 കോടിയിലധികം വരുന്ന ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ളവർ, അതിൽ അംഗനവാടി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇവരെ തൊഴിലാളിയായി അംഗീകരിക്കണം. തൊഴിലാളിയായി ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിക്കണം. കാരണം അങ്ങനെ അംഗീകരിച്ചാൽ മാത്രമേ വർക്കർ, നമ്മളൊരു എംപ്ലോയി റിലേഷൻ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽ എംപ്ലോയർ, ഇമ്മീഡിയറ്റ് എംപ്ലോയർ, ഇങ്ങനെ പല കാര്യങ്ങൾ, ഇത് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നിയമപരമായ ഒരു പരിപ്രേക്ഷ്യങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ ഈ ആരാണ് ഒരു വർക്കർ ഉണ്ട് എങ്കിൽ, ഒരു എംപ്ലോയി ഉണ്ട് എങ്കിൽ ആരാണ് എംപ്ലോയർ? ഒരു തൊഴിലുടമയില്ലാതെ ഒരു തൊഴിലാളിയില്ല, തൊഴിലുടമയില്ലാതെ ഒരു ജീവനക്കാരിയോ ജീവനക്കാരനോ ഇല്ല. ഇവിടെ ആശാ വർക്കർ എന്ന് നമ്മളെല്ലാവരും പറയുമ്പോഴും ഇവരെ ആക്ടിവിസ്റ്റ് എന്നാണ് ഇന്ത്യ ഗവൺമെൻറ് 2005-6 മുതൽ അന്ന് അവർക്ക് അത്തരത്തിൽ ഇന്ത്യ ഗവൺമെൻറ് വകയിരുത്തിയതായ പ്രതിമാസം അവർക്ക് നൽകുന്ന തുക, അത് ഞാൻ ശമ്പളമെന്നൊന്നും പറയുന്നില്ല, അതിന് കൂലിയൊന്നും പറയുന്നില്ല, അതിന് പ്രതിഫലമൊന്നും പറയുന്നത് ശരിയല്ല, അവർക്ക് ഓണറേറിയം എന്നുള്ള നിലയിലേക്ക് അത്തരത്തിൽ നൽകുന്ന, അതിൽ നിന്ന് ഒരു നയാ പൈസയുടെ വർധനവ് പിന്നീട് വന്ന UPA ഗവൺമെൻറ്റോ 1ാം മോദി സർക്കാരോ 2ാം മോദി സർക്കാരോ ഇപ്പോഴത്തെ സർക്കാരോ വർദ്ധിപ്പിച്ചിട്ടില്ല. ഇത് വർദ്ധിപ്പിക്കണമെന്ന് മാത്രമല്ല CITU ഉൾപ്പെടെ എന്ന് ഞാൻ ബോധപൂർവം പറഞ്ഞതാണ്. കാരണം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നതായ INTUC ഉൾപ്പെടെ CITUവിനോടൊപ്പം ചേർന്നുകൊണ്ട് ഇവർക്ക് പ്രതിമാസം 26,000 രൂപയായി അവർക്ക് പ്രതിഫലം നൽകണം എന്നും ഇവരെ ഇന്ത്യ ഗവൺമെൻറ് അവരെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്നും ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു ചർച്ച നമ്മളിവിടെ നടക്കുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 1ാം UPA സർക്കാരിൻ്റെ കാലത്ത് പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ നൽകിയ പിന്തുണയിൽ അത്തരത്തിൽ അത് എഴുതി ചേർക്കാൻ കാരണം യശസ്വരീയനായ സഖാവ് സീതാറാം യെച്ചൂരിയാണ്. ആ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അവരെ ഇപ്പോഴും ഇന്ത്യ ഗവൺമെൻറ് തൊഴിലാളിയായി അംഗീകരിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ആളുകളെയെല്ലാം തൊഴിലാളി എന്നുള്ള അതിന് നിയമപരമായി തൊഴിൽ നിയമങ്ങൾ വല്ലാതെ പരിഷ്കരിക്കുന്നു എന്നവർ പറയുമ്പോഴും തൊഴിൽ നിയമങ്ങൾ പൊളിച്ചെഴുതുകയാണ്, അതെല്ലാം നടക്കുന്നുവെങ്കിൽ പോലും പരിമിതമായ അത്തരത്തിലുള്ള ആനുകൂല്യം ലഭ്യമാണ്. ഇപ്പോൾ ഈ LDFൻ്റെ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട് അതിൽ ചില ചർച്ചകളിലെല്ലാം ഇവരിങ്ങനെ പറയാറുള്ളൊരു കാര്യം, ഞാൻ LDFൻ്റെ പ്രകടന പത്രികയിലെ ഖണ്ഡിക 890 തൊഴിൽ നയവുമായി ബന്ധപ്പെട്ടതാണ്. എൻ്റെ കയ്യിൽ ആ പ്രകടന പത്രിക ഇരിക്കുകയാണ്. മിനിമം കൂലി 700 രൂപയാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. സ്ത്രീ പുരുഷ തൊഴിലാളികളുടെ വേതന അന്തരം കുറയ്ക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ഇന്ത്യയിൽ മിനിമം കൂലി ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ്. അതിന് ശ്രീമതി നിർമ്മലാ സീതാരാമൻ വേണമെങ്കിൽ അതിനെല്ലാം പല ആക്ഷേപങ്ങളും നൽകാം. ശരിയാണ്, ഗുജറാത്തിൽ ഒരു അവിദഗ്ധ തൊഴിലാളിക്ക് 350 രൂപ പോലും ലഭിക്കാത്ത കാലത്ത്, 320 രൂപ പോലും UPയിൽ ലഭിക്കാത്ത കാലത്ത് കേരളത്തിൽ അവർക്ക് 800 രൂപയ്ക്കപ്പുറമായി അവിദഗ്ധ തൊഴിലാളികൾക്ക് ലഭ്യമാകുന്നുണ്ട്. അതിഥി തൊഴിലാളികളടക്കം കേരളത്തിലേക്ക് ഒഴുകുന്നു. ഈ ഖണ്ഡിക 891 അംഗൻവാടി ജീവനക്കാർ, ആശാ വർക്കർ എന്ന് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞതുപോലെ അല്ല, സ്കൂൾ പാചക തൊഴിലാളികൾ തുടങ്ങിയ സ്കീം വർക്കേഴ്സിൻ്റെയും ആരുടെ സ്കീം
ഇന്ത്യ ഗവൺമെന്റിന്റെ കേന്ദ്ര സർക്കാരിന്റെ, ആ യൂണിയൻ ഭാരം സർക്കാരിന്റെ. ഈ കേരളം ഏറ്റെടുക്കുകയാണ്. ഈ വർക്കേഴ്സ്, ഈ പറഞ്ഞ സ്കീം വർക്കേഴ്സിൻ്റെയും പഞ്ചായത്തുകളിലെ പാലിയേറ്റീവ് നഴ്സുമാരുടെയും കുടുംബശ്രീ ജീവനക്കാരുടെയും സ്കൂളുകളിലെയും പഞ്ചായത്തുകളിലെയും കൗൺസിലേഴ്സ്, റിസോഴ്സ് പേഴ്സൺസ്, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് എന്നിവരുടെ ഓണറേറിയം ഇടതുപക്ഷ സർക്കാർ ഗണ്യമായി ഉയർത്തുകയുണ്ടായി. ഈ സമീപനം ശക്തിപ്പെടുത്തും. ഇത് പാരഗ്രാഫ് 891 പറഞ്ഞിരിക്കുകയാണ്. ഇത് രണ്ടും കൂടി ചേർത്ത് വായിക്കുക. ഇപ്പം ഞാൻ വേറെ ചോദിക്കുക, സംസ്ഥാന സർക്കാരിൻ്റെ തനതായിട്ടുള്ള ഒരു പദ്ധതിയുടെ കീഴിൽ ഞാൻ ഈ കാര്യം കൈകാര്യം ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ ഫയലുകൾ കൈകാര്യം ചെയ്ത ആളെന്നുള്ളതല്ല, SC പ്രൊമോട്ടർമാരും ST പ്രൊമോട്ടർമാരും ഉണ്ട്. SC പ്രൊമോട്ടർമാരും ST പ്രൊമോട്ടർമാരും അത് ഈ കേരള സംസ്ഥാനത്തെ സർക്കാരിൻ്റെതായിട്ടുള്ള ഒരു സ്കീമാണ്. വർഷങ്ങളായി തുടർന്ന് വരികയാണ്. എത്രയാണ് അവർക്ക് ലഭിക്കുന്നതായിട്ടുള്ളത് ഓണറേറിയം? പ്രതിമാസം 10,000 രൂപ. കാട്ടിലും മേട്ടിലും എല്ലാം ഈ വിധത്തിൽ കയറി ഇറങ്ങി വീടുകളിലേക്ക് പോയി പാവപ്പെട്ട ആളുകളുടെ ഇടയിലേക്ക് ആ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആ കുട്ടികൾ, അവർ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ അവരെ ഈ ഗവൺമെൻറ് 10,000 രൂപ നൽകും. ഇവിടെ ആശാ വർക്കർമാർ എന്ന് നമ്മൾ വിവക്ഷിക്കുന്ന പട്ടികയിൽപ്പെടുത്തുന്ന ഈ ആളുകൾക്ക് 13,600 രൂപ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ, കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ ഇത് പറയുന്നത് വെറുതെ ഒരു കണക്കിന് വേണ്ടി പറഞ്ഞല്ല, കിട്ടിയ പല ആളുകളുടെയും രേഖകൾ കയ്യിലുള്ളത് കൊണ്ട് പറയുകയാണ്. അതിലെ 10,000 രൂപയും ഈ കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ് നൽകിയിട്ടുള്ളതാണ്. 13,600 രൂപയിൽ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ചില നേതാക്കളടക്കമുള്ള ഈ ആളുകൾ കൈപ്പറ്റിയിട്ടുള്ള 13,600 രൂപ എന്നുള്ളത് അത് വർദ്ധിപ്പിക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് വർദ്ധിപ്പിക്കേണ്ടത് അവിടെയാണ് ചോദ്യം. മറ്റൊരു സ്വകാര്യ ചാനൽ, ഞാൻ പേര് പറഞ്ഞോട്ടെ, താങ്കളുടെ അനുമതിയോ, റിപ്പോർട്ടർ ചാനലിൽ തന്നെ മീറ്റ് ദ എഡിറ്റേഴ്സിൽ അവിടെ തന്നെ ഈ കാര്യങ്ങൾ എഡിറ്റർമാരിരുന്ന് ചർച്ച ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് തുറന്നു കാട്ടുകയുണ്ടായി. ഇന്ത്യ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ന്യായയുക്തമായ ഒരു സമീപനം കൈക്കൊള്ളണം. അല്ലാതെ ഈ ഭാരം മുഴുവനും സംസ്ഥാനങ്ങളുടെ തലയിലേക്ക് കെട്ടിവയ്ക്കലല്ല നടത്തേണ്ടത്. ഇന്ത്യയിൽ ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ള സ്കീം വർക്കർമാർക്ക് ഈ ഒരു സംസ്ഥാനത്തിൻ്റേതായിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗിച്ച് അത്തരത്തിൽ നൽകുന്ന ധനസഹായം അവർക്ക് പ്രതിഫലമായി നൽകുന്ന, അതിന് നിങ്ങൾ എങ്ങനെ വേണോ വിളിച്ചോളൂ, എന്തായാലും അതിനെ ഒരു കാരണവശാലും ശമ്പളമെന്നും വേതനമെന്നും അതിന് പറയാനായി കഴിയില്ല. ഓണറേറിയമാണ്, അല്ല ഇൻസെൻറ്റീവ് അതിൻ്റെ കൂടെയുണ്ട്. ഇതിൽ വാസ്തവത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നൽകുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണല്ലോ കേരളം. ഇന്നും കോൺഗ്രസ് അധികാരത്തിലുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ ഈ കേരളം നൽകുന്നത് പോലുള്ള സഹായം അവർക്ക് നൽകുന്നില്ല. ഈ സമരം ഇപ്പോൾ നടത്തുന്നത് എന്തിനെന്നറിയോ? ഈ സമരത്തിൻ്റെ പിന്നിലുള്ള ശക്തികൾ പല ആളുകളുമുണ്ട്. അതിനിപ്പോൾ UDF അത്തരത്തിൽ അവരെല്ലാം വന്ന് അവിടെ ഈ പറയുന്നത് പോലെ ഫോട്ടോ എല്ലാം എടുക്കൽ, അത്തരം കാര്യങ്ങൾ അതെല്ലാം നടത്തിക്കൊള്ളട്ടെ. അത് UDF അത്തരം അത് അവർക്ക് ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ എൻ്റെ ചോദ്യം, ദേശീയ ട്രേഡ് യൂണിയനുകൾ CITU മാത്രമല്ല, INTUC ഉൾപ്പെടെയുള്ള, അല്ല സംസ്ഥാന യൂണിയനുകളുണ്ട്, STU ഉൾപ്പെടെയുള്ള അവരുടെ നിലപാടെന്താണ്? അംഗീകൃത തൊഴിലാളി സംഘടനകൾ, ഉത്തരവാദിത്വമുള്ള തൊഴിലാളി സംഘടനകൾ, ആ തൊഴിലാളി സംഘടനകൾക്ക് ഒരു അനാർക്കിസ്റ്റ് നയം അത്തരത്തിൽ കൈക്കൊള്ളാനായി കഴിയില്ല. ആർക്കെതിരെയാണ് സമരം എന്നുള്ളത്, ആ സമരത്തെ സംബന്ധിച്ച് വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടാവണം. ഇവിടെ എന്താണ്, കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനെ വലിച്ചു കീറുക, അതാണല്ലോ പലതിലും. എൻ്റെ കയ്യിലേക്ക് അത് പലതും വന്നിട്ടുള്ളതാണ്, പല ആളുകളും അയച്ചിട്ടുള്ളത്, വലിച്ചു കീറുക എന്നുള്ളത്. അപ്പോൾ ചില മാധ്യമപ്രവർത്തകരെല്ലാം ഇത്തരത്തിൽ അവരെ ഈ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് പോലെയുള്ള ചില ചോദ്യങ്ങളും മറ്റു കാര്യങ്ങളുമായി അവരുടെ കൂടെ എല്ലാം ഞങ്ങളോട് പറഞ്ഞിട്ടായിരിക്കണം, ഞങ്ങൾ എഴുതി തരുന്ന പോലെ ആയിരിക്കണം, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കണം മറുപടി എന്നുള്ള നിലയിലേക്ക്. അങ്ങനെ അല്ലല്ലോ ഒരു മന്ത്രിക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതിനെ സംബന്ധിച്ച്. ആ സമരത്തിൽ നിന്ന് ഇപ്പോൾ ഈ സമരം ദുരുപദിഷ്ടമായിട്ടുള്ള സമരമാണ്. ഈ സമരം രാഷ്ട്രീയ പ്രേരിതമാണ്. ഈ സമരം നടത്തേണ്ടത് രാജ്യത്തെമ്പാടും നടക്കുന്ന ഒരു വലിയ സമരമുണ്ട്. അതാ ഇനിയിപ്പോൾ ഒരു അഖിലേന്ത്യാ പൊതു പണിമുടക്കിലേക്ക് പോവുകയാണ്. അതിന് കരുത്ത് കൂട്ടുന്നതിന് പകരം അവിടെ അതിൻ്റെ കരുത്ത് ചോർത്തിക്കളയാനും ഇന്ത്യ ഗവൺമെൻറ്റിന് സംരക്ഷണത്തിൻ്റെ പരിച ഒരുക്കാനും ചില ആളുകൾ അത്തരത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർ ചുവന്ന കൊടിയാണ് പിടിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവരെല്ലാം ഇടതുപക്ഷമാണ് എന്നൊന്നും ഞാൻ പറയില്ല. സീതാറാം യെച്ചൂരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വല്ലാത്ത ഇടതുപക്ഷ തീവ്രവാദം ചെന്നെത്തി നിൽക്കുന്നത് വലതുപക്ഷത്താണ് എന്നുള്ളത് ഇവിടെ ഈ ലെനിൻ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, ഇടതുപക്ഷ തീവ്രത ഒരു ബാലാരിഷ്ടത എന്ന രീതിയിൽ.